गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्मं तस्मै श्री गुरुभ्यो नमः. പ്രിയ സജ്ജനങ്ങളെ, നമ്മുടെ ഭാരതദേശത്ത് ഉടലെടുത്ത് വരുന്ന ഓരോ മനുഷ്യരും ഒരല്പം ജീവനെയും ജീവിതത്തെയും ഉണർത്തി എന്തിനാണ് ജന്മനിയോഗമെന്ന ഒരു അറിവിലേക്ക് അവരെ വഴിതിരിച്ച് ഉണർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ സംശയ നിവാരണ കൂട്ടായ്മ തുടങ്ങി വച്ചത്. മഹത്തായ മനുഷ്യജന്മം അതിശ്രേഷ്ഠമായി കാണുവാൻ ഗുരുജനങ്ങൾ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭൗതിക ജീവിതം നയിക്കുന്നവരായാലും ആത്മീയ ജീവിതം നയിക്കുന്നവരായാലും നിരീശ്വരവാദം പറയുന്ന ജീവിതം നയിക്കുന്നവരായാലും ഒരല്പം പ്രപഞ്ച രഹസ്യം അറിയുന്ന വിധത്തിൽ ഇവിടെ ദൈവനിയോഗത്താൽ ഈ കാലഘട്ടത്തിൽ വന്നു പിറന്ന മഹാഗുരുക്കന്മാർ തന്നെ എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയിലാണ് ഭഗവാൻ അയച്ചിരിക്കുന്നത്. ഇവരെല്ലാം നാളെ ഇവരെ ഫോളോ ചെയ്താൽ, ഇവരെ വീക്ഷിച്ചാൽ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് 3 കണ്ണും തുറക്കാൻ, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ കാഴ്ചപ്പാട് ഉദിക്കുന്നതിന് ഉപകരിക്കുമെന്നാണ് ഈ ഉള്ളവൻ്റെ എളിയ അഭിപ്രായം. നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അക്ഷരം. ഈ അക്ഷരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും നമ്മുടെ സനാതന മക്കൾക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ പിറവിയാൽ മറവി സംഭവിച്ച് മഹത്തായ മനുഷ്യജന്മം ആയിട്ട് വന്ന് പിറന്നിട്ട് ഇവിടുന്ന് കൊത്തിയെടുക്കുന്ന തെറ്റായ വീക്ഷണങ്ങൾ, തെറ്റായ വാക്കുകൾ, തെറ്റിദ്ധാരണകൾ അവനെ സ്വാധീനിച്ച് അവൻ്റെ വാക്കിന്, ചിന്തയ്ക്ക്, പ്രവൃത്തിക്ക്, കാഴ്ചപ്പാടിന് വ്യതിയാനം സംഭവിച്ച് അവൻ ആരെയാണ് ആദ്യം ഇഷ്ടപ്പെടേണ്ടത്, അവൻ്റെ അടിസ്ഥാനം എന്താണ്, ഇതെല്ലാം മറന്നുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ അവനെ മാടി വിളിക്കുവാൻ വളരെയധികം ഈ വളഞ്ഞ വഴികൾ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഈ സ്വയംഭൂ മാതാ ശ്രീ വിശ്വംഭരിയുടെ പ്രേരണയാൽ, ചിന്താലേശ്വരൻ്റെ പ്രേരണയാൽ, ആദിഗുരുവായ ദക്ഷിണാമൂർത്തി ചൈതന്യത്തിൻ്റെ പ്രേരണയാൽ, നമ്മുടെ ഭാരത സനാതന ധർമ്മ സന്ദേശത്തിൻ്റെ മഹത്തായ ലക്ഷ്യബോധത്തോടു കൂടി നമ്മുടെ ജീവനെ ഉണർത്തി ഉദിപ്പിക്കുന്നതിന് വേണ്ടി സ്വയപരിവർത്തനം വരുവാനും വേണ്ടിയാണ് ഇവിടെ ഈ തട്ടി ഉണർത്തൽ. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഒരു മഹത്തായ വാക്കാണ് പ്രപഞ്ചം. എന്ന് പറയുന്ന പ്രാണനും പഞ്ചം എന്ന് പറയുന്ന 5 വസ്തുക്കളും ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഭൂമി, ജലം, ജീവവായു, അഗ്നി, ആകാശം.
ഇതെല്ലാം കൊണ്ട് ഈ വിശ്വപ്രപഞ്ചമുണ്ടാക്കി ഈ അരൂപിയായ ആ ബ്രഹ്മസാക്ഷി ഓരോ മനുഷ്യനിലും ഇത് ഉടലെടുക്കുവാൻ പരാശക്തി രൂപേണ ഉടൽ തന്നു വിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ജീവിക്കുന്നത് അറിവിലാണ്. നമ്മുടെ ആ ഉള്ളിൽ നിന്നുള്ള അറിവ്, തിരിച്ചറിവ്, സ്നേഹം, അതിൻ്റെ ഉണർവ്, പ്രസരിപ്പ്, ഇതെല്ലാമാണ് ഒരാളെ ചൈതന്യവത്താക്കിയെടുക്കുന്നത്. എന്താണ് ഈ ചൈതന്യം? എന്താണ് പ്രാണൻ? അപ്പോൾ നമ്മളെ ശരീരത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന വെള്ളവും ഭൂമിയുടെ അംശവും ജീവവായുവിൻ്റെ അംശവും ഉഷ്ണത്തിൻ്റെ അംശവും നമുക്കൊരു ഫീഡമൊക്കെ തന്ന് ഈ പ്രാരബ്ധ ദുഃഖം അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ വന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കളോ ഗുരുജനങ്ങളോ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ആത്മീയത മങ്ങിപ്പോയി, ആത്മാവ് മങ്ങിപ്പോയി. ഈ പുറത്തേക്ക് നോക്കുന്ന കണ്ണ് നമുക്കുണ്ട്. പക്ഷെ അഹങ്കണ്ണ് എന്ന് പറയുന്നൊരു കണ്ണ് നമുക്ക് എവിടെയോ വച്ച് ഒരു മാറാല പിടിച്ചത് കാരണം നമ്മൾക്ക് അഹങ്കാരം മുറ്റിപ്പോയി, വന്ന ഉദ്ദേശം മറന്നുപോയി. അപ്പോൾ രണ്ട് വിധത്തിൽ നമ്മുടെ മനുഷ്യപ്പിറവിയിൽ വന്നാൽ മൃഗീയമായും നമുക്ക് ജീവിതത്തെ കാണാം, ദൈവീകമായും നമുക്ക് ജീവിതത്തെ കാണാം. മൃഗീയമായി ജീവിതത്തെയും പരിസരത്തെയും ലോകത്തെയും കാണുന്നതിന് ആരുടെയും ഉപദേശം കേൾക്കണ്ട. പക്ഷേ ആ പവിത്രമായ ആത്മാർത്ഥതയുടെ ആത്മാവിൻ്റെ ആ ഈശ്വരൻ്റെ പവറോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നിൽ താനായിരിക്കുന്ന ആ ജീവൻ്റെ സത്ത് തിരിച്ചറിയും. ആ സത്താണ് നമുക്ക് ഗുരുപരമ്പരയിലൂടെ നാം സ്വീകരിച്ചത്. ഈ എടുത്തിരിക്കുന്ന ഉടലെടുത്തിരിക്കുന്ന നാം ഉടയവനെ മറന്നു പോയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ മറന്നു പോകുമ്പോൾ അല്ലേ വീട്ടിൽ കലഹം എന്ന് ഒന്ന് ഉണർത്തിക്കാൻ ആണ് ഇവിടുത്തെ സംശയ നിവാരണ കൂട്ടായ്മ. ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു തലസ്ഥാനമാണ്. ഈ തലയ്ക്കകത്ത് എത്രത്തോളം നന്മകൾ അല്ലെങ്കിൽ വെളിച്ചം കയറ്റുമോ അത്രത്തോളം ആ നമ്മുടെ ബ്രഹ്മാമൃത കലശത്തിൽ വെളിച്ചമുണ്ടാകും. അതല്ല അവിടെ നിരാശ, വിഷാദം, ഭയം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഗുണങ്ങൾ വന്നാൽ ജീവനെയും ജീവിതത്തെയും സ്വന്തം കുടുംബത്തെയും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് കുഞ്ഞുങ്ങളിൽ ഉദിക്കില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഉപജീവന മാർഗത്തിന് നമ്മുടെ സന്തതി പരമ്പരകൾ എന്താ പറയുക, മണ്ണ് വെട്ടിപ്പിടിക്കാനും വെള്ളം വെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ സ്വർണം വെട്ടിപ്പിടിക്കാനും ഈ പഞ്ച വസ്തുക്കൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ സ്വന്തം പ്രാണൻ്റെ, സ്വന്തം ആത്മാവിൻ്റെ, സ്വന്തം ആ ഖജനാവിൻ്റെ ആ ബോധം തെളിയുന്ന ഒരു തലത്തിലേക്ക് കുട്ടികളെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിച്ച് അക്ഷരങ്ങളുടെ പൊരുളെന്താണ്, പെരുമാറ്റ ഗുണം എന്താണ്, ദുർശീലങ്ങൾ വന്നു ഭവിച്ചാൽ പിന്നെ അത് ഇറക്കിവിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പ്രപഞ്ചത്തിൽ ഉടലെടുത്ത് വന്നു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിൽ 33 കോടി ദേവന്മാർ ഇങ്ങനെ ഉണ്ട് എന്നെല്ലാം ഈ ദേവന്മാരുടെ രഹസ്യം നമ്മൾ അറിയണം.
പ്രപഞ്ച രഹസ്യം അറിയണം. ഈ ദേവന്മാരെന്തുകൊണ്ട് കൃഷ്ണനും രാമനും ഹനുമാനും ഇവരെല്ലാം തിളങ്ങിയെങ്കിൽ അവർ ആ തിളങ്ങിയ തേജസ് എന്താണ്? അപ്പോഴാണ് അറിയുന്നത് ഇതിനെല്ലാം തിളക്കുന്നെങ്കിൽ ഈ ഉണ്ടാക്കി കാണിക്കുന്നതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയാണ് സാക്ഷാൽ ശിവം. നമ്മൾ എന്താ പറയുക, ഓരോ മനുഷ്യൻ്റെയും ശ്വാസത്തിലിരിക്കുകയാണ് ഈശ്വരൻ. ആയുസ്സിൻ്റെ നാഥനാണ് ഈശ്വരൻ. എന്നിൽ എൻ്റെ സത്യസ്വരൂപനാണ് ഈശ്വരൻ എന്ന് കുഞ്ഞുങ്ങളെ നാം അവൻ്റെ ജന്മനിയോഗം, അവൻ്റെ ശ്വാസത്തിൻ്റെ ഗതി, അവൻ്റെ വാക്കുകളുടെ ഗതി, ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഭഗവാനെ. സ്വയംഭൂ മാതാശ്രീ വിശ്വംഭരി ക്ഷേത്രത്തിലാണ് നമ്മളെല്ലാം വന്ന് പിറന്നിരിക്കുന്നത്. ഇത്രയും പവിത്രമായ ഒരു മണ്ഡലത്തിൽ മനുഷ്യരൂപത്തിൽ വന്ന് പിറന്നാൽ മാത്രമേ ജീവൻ മുക്തിയും നമ്മുടെ പ്രാരബ്ധങ്ങൾ ഒടുങ്ങുന്നതിനും നമുക്ക് വിദ്യാഭ്യാസം ഇതിനൊരു തടസ്സമല്ല. നമ്മൾക്ക് വിനയവും അല്ലെങ്കിൽ എന്താ പറയുക, ജീവൻ്റെ രഹസ്യമറിയാൻ ഈ ശ്വാസത്തിൻ്റെ ഗതി സ്ഥിതി, ഇവിടെ രണ്ട് കാര്യമേ ഉള്ളൂ, ശിവവും ശക്തി. ഒരു സ്ഥിതിയുമുണ്ട്, ഒരു ഗതിയുമുണ്ട്. ചലിക്കുന്നതൊന്നുണ്ട്, ചലിക്കാത്തതൊന്നുണ്ട്. അപ്പം ഞാനെന്ന് പറയുന്ന ആ ജീവൻ്റെ ഒരു സത്ത് ഇതിനകത്തിരുന്നാൽ മാത്രമേ ഈ ഉടലെടുത്തുകൊണ്ട് ആ ജന്മനിയോഗമനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ഏത് കർമ്മവും ചെയ്തോളൂ. മനസ്സിനടിമയാവരുത്, തെറ്റായ വാസനകൾക്ക് അടിമയാവരുത്. തെറ്റായ വാക്കുകൾ കൊണ്ട് മാതാപിതാക്കളെ മറ്റുള്ളവരെയും വേദനിപ്പിക്കുവാനല്ല, പിണങ്ങുവാനല്ല വന്നതെന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ ഈ അമ്മയുടെ പേരിൽ പരബ്രഹ്മം അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ്റെ കൃപ കൊണ്ട് 5 വസ്തുക്കളെ തന്ന്, ഞാനെടുക്കുന്ന ശ്വാസം, നിങ്ങളെടുക്കുന്ന ശ്വാസം, ജീവവായു, നാം കഴിക്കുന്ന ഈ ഭൂമിയിൽ നിന്നെടുക്കുന്ന അന്നം, വെള്ളം, ഇതെല്ലാം കൊണ്ട് നമ്മൾ ശക്തിയും ചൈതന്യവും എല്ലാം തന്നു ഇരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ആ ജീവാത്മാ പൊരുള് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ, അനാഥനല്ല സനാതനാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ, മാനസിക വൈകല്യങ്ങൾക്ക് അടിമപ്പെടാതെ ഈ നമ്മുടെ ബഹുമാനവും സ്നേഹവും ആദരവുമുള്ള ഈ കലിയുഗത്തിലും മഹാകാര്യൻ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അവതരിച്ച അവധൂത് പ്രസാദ് പോലുള്ള നമ്മളെ രാജവൈദ്യം മോഹനാനന്ദ സ്വാമികളെ പോലുള്ള വിവേകശാലികളുടെ ഇവരുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന ആ പ്രചോദനങ്ങൾ നമ്മുടെ സന്തതി പരമ്പരകൾ കേൾക്കുമെങ്കിൽ വളരെയധികം ആപത്ത് നമ്മുടെ കുട്ടികൾക്ക് കുറഞ്ഞു കിട്ടും. നാം അറിവോടുകൂടി ജീവിക്കുമ്പോൾ ആനന്ദമുണ്ടാകും. അറിവ് നഷ്ടപ്പെട്ട് വന്നാൽ നമ്മുടെ ജീവിതയാത്രയ്ക്ക് വളരെയധികം പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഈ ഉടലെടുത്ത് വന്നിരിക്കുന്ന ഓരോ പുണ്യാത്മാക്കളും അവരുടെ ജീവൻ്റെ സത്ത് ആത്മാവാണ്. ആത്മാവ് പരമാത്മാവുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട്. ആ ആത്മീയ തലത്തിലേക്ക് മനോഭാവത്തെ തട്ടി ഉരുട്ടി അവനെ ജീവിതത്തെ ശ്രദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് ഇന്നത്തെ സന്തതികളെ നമ്മളെ അവർ പിറവിയാൽ മറന്നുപോയ ഈശ്വര ചൈതന്യത്തെ ഉണർത്തിയെടുക്കുവാൻ ഇന്ന് എക്കാലവും ഭഗവാന്റെ മക്കൾ ഇവിടെ ഭഗവത് തേജസ്സുകൾ ഇവിടെ ഉടലെടുത്ത് വരാറുണ്ട്.
അക്കൂട്ടത്തിൽ ഇപ്പോഴും ഗുരുപരമ്പര ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. പുണ്യ ഹൈന്ദവ മക്കളെ, ജ്യോത്സ്യരും പ്രശ്നങ്ങളെയും പിറകെ പോണ്ടെന്നല്ല. ഉടലെടുത്ത് വന്നാൽ, പിറവി എടുത്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ നമുക്കൊരു ശരീരം തന്ന് വിട്ടാൽ നമുക്ക് ആ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിന്, പ്രാണൻ്റെ ഗതി എന്താണ്, ആ പ്രപഞ്ച രഹസ്യം എന്താണ്, ഇതെല്ലാം നമ്മളെ ആ ജീവിതത്തോടുകൂടി ആ സത്യത്തെ ചേർത്തിണക്കുന്ന ഗുരുപരമ്പരയെ ആശ്രയിക്കുവാൻ ഇന്നത്തെ സനാതന മക്കൾ ഇത് മടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇത് ദൈവമുണ്ടോ, ഏതാണ് ദൈവം, ഈ വിഗ്രഹ രഹസ്യം എന്താണ്, രാമൻ തിളങ്ങിയത് എന്തുകൊണ്ടാണ്, വിവേകാനന്ദൻ തിളങ്ങിയത് എന്തുകൊണ്ടാണ്, നീ എന്തുകൊണ്ട് ഇത് വിവേകമുള്ളതും വിവേകമില്ലാത്തതും തിരിച്ചറിയുന്നില്ല? അപ്പോൾ ഇത് ആത്മീയ വിദ്യാഭ്യാസമല്ല, നിങ്ങളറിയുക, നിങ്ങളറിയാത്ത ഒരു സത്ത് നിങ്ങളുടെ ഉള്ളറയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സത്യം ഉണർത്തുന്ന ഗുരുപരമ്പര ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെ ഉണ്ട്. അവിടെ ചെന്നെത്തുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. തെറ്റായ വീക്ഷണമുള്ള ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരമുള്ളവർക്ക് ഓംകാര രഹസ്യം പെട്ടെന്ന് പിടികിട്ടൂല. ഗുരുജനങ്ങളെ ആശ്രയിക്കുക, നമ്മുടെ സനാതനധർമ്മത്തെ രക്ഷിക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ ഇത് ശാന്തിയും സമാധാനം ഉണ്ടാക്കുക, അക്ഷരങ്ങൾ പവിത്രമായി ഉപയോഗിക്കാൻ, നല്ല കണ്ണോടുകൂടി ഇത് രാവിലെ ഉണരുവാൻ, നല്ല കാഴ്ചപ്പാടോടുകൂടി പ്രപഞ്ചത്തെ കാണുവാൻ. ഈ 5 വസ്തുക്കളും നമ്മൾ നേടുന്ന ഒന്നും നമുക്ക് ശാശ്വതമില്ല. നമ്മുടെ പ്രാണൻ്റെ പുരോഗതി അത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചു കഴിഞ്ഞാൽ സത്യസ്വരൂപത്തെ കണ്ടെത്തുക. അതിനുള്ള ഉപാധികളാണ് ഗുരുപരമ്പര നമുക്ക് പകർന്നു തരുന്നത്. ഈ ഭാരതദേശത്ത് പിറന്ന ഒരു കുഞ്ഞും ആത്മഹത്യയെക്കുറിച്ചോ പിണങ്ങാനോ ഇത് നിരാശപ്പെടാനോ ഒന്നും അല്ല ഭഗവാൻ ഇത്രയും നല്ലൊരു സ്വരൂപത്തിൽ പിറവി തന്നത്. ഈ പിറവിയെ മറവിൽ നിന്ന് നിറവുള്ള ആ പരമാത്മാവിനെ ചിന്തിച്ച് അനുഗ്രഹത്തിൻ്റെ കലവറ സ്വന്തം തലസ്ഥാനത്തേക്ക് ഈ ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഈശ്വരൻ്റെ എത്തിനോട്ടം വരുവാൻ ഈ വേദിയെ, ഈ അമ്മയെ ഒരു സരസ്വതി ഭാവത്തിൽ ഇത് ഇവിടെ വന്നിരിക്കുന്ന അതിൻ്റെ ആ തണലിൽ ഈയുള്ളവൻ പറയുന്നു, ജീവിതം പാഴാക്കുന്നത് തെറ്റായ വീക്ഷണമാണ്, തെറ്റായ മനസ്സിൻ്റെ വാസനകളാണ്. പ്രായം ശരീരത്തിനേയാകുന്നുള്ളൂ, മനസ്സിന് പ്രായമില്ല. ഈ മനസ്സിന് നമ്മുടെ ഇത് പ്രാണനുമായി ആ മനസ്സിൽ എന്നെ നന്മയുടെ ഗതിയിലേക്ക് ഉണർത്തിയാൽ നിരാശപ്പെടുകയില്ല. നമ്മുടെ ഉള്ളിയിരിക്കുന്നവൻ നിസ്സാരപ്പെട്ടവനല്ല. തേങ്ങയാണ് നമ്മൾ, നമ്മുടെ തൊണ്ടല്ല നമ്മൾ, ചിരട്ടയല്ല നമ്മൾ. ഇതിനകത്തിരിക്കുന്ന പൊരുൾ നിസ്സാരമല്ല. ഗുരുത്വം തെളിയട്ടെ. നമ്മുടെ സന്തതി പരമ്പരകൾ ഇത് മഹനീയ ഭാവനയോടുകൂടി ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവർ പുഷ്ടിയോടുകൂടി ജീവിച്ച് ഈ ഭാരതത്തെ, സനാതനധർമ്മത്തെ രക്ഷിക്കുവാൻ വരും തലമുറ ഉദയം കുറിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാരത മാതാവിൻ്റെ, പ്രപഞ്ച മാതാവിൻ്റെ മുന്നിൽ ഈ ഉള്ളവൻ്റെ ഈ തന്ന അറിവുകളെല്ലാം ഇത് തിരിച്ച് ജനോപകാരപ്രദമായി ദൈവം ഇത് ഉപയോഗപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.